നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് എൻവയോൺമെന്റൽ സാനിറ്റേഷന്റെ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ വാട്ടർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാരും നോക്കിയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചേക്കെ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തേ? എന്തൊക്കെയാ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ടറിന്റെ 3 മെയിൻ ആയിട്ടുള്ള സോഴ്സസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതൊക്കെയായിരുന്നു? റെയിൻ, സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ അതില് ഗ്രൗണ്ട് വാട്ടറിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആണ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വെൽസും സ്പ്രിങ്സും. വെൽസും സ്പ്രിങ്സും ആണ് 2 ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് വാട്ടേഴ്സ് എന്ന് പറഞ്ഞു. അതില് വെൽസിലെ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഷാലോ വെൽസും ഡീപ്പ് വെൽസും. ഓക്കെ, ഷാലോ വെൽസും ഡീപ്പ് വെൽസും ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും വെൽസിന് കുറച്ച് എന്തുണ്ട് ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വെൽസ് എന്ന് പറഞ്ഞ ഇനിയും ഒരു 4-5 എണ്ണം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ സ്പ്രിങ്സ് പഠിക്കും. അത് കഴിയുമ്പോൾ എന്ത് തീരും? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തീരും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രൗണ്ട് വാട്ടർ എന്നും പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു ടൈപ്പ് വെൽ എന്ന് പറയുന്നതാണ് ആർട്ടീസിയൻ വെൽസ്. ഓക്കെ, ആർട്ടീസിയൻ വെൽസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ചോദിച്ചിട്ട്. അപ്പോൾ എന്താണ് ആർട്ടീസിയൻ വെൽസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡീപ്പ് വെൽ. ഇതെന്താണ്? നല്ല ആഴമുള്ള ഒരു ടൈപ്പ് കിണറാ. in which the water rises above the level of groundwater because it is held under pressure between 2 impervious strata. Okay, ആ impervious strata കണ്ടു കഴിഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കണം അതെന്താണെന്ന് മനസ്സിലാക്കണം. ആർട്ടീസിയൻ വെൽസ് അങ്ങനെ നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, PSC പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ആർട്ടീസിയൻ വെൽസ് നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ട് ഈ ഡെഫിനിഷൻ ചോദിച്ചിട്ട് അതെന്താണെന്ന് ചോദിക്കാം. താഴെ ഓപ്ഷനിൽ ആർട്ടീസിയൻ വെൽസ്, ഡക്ക് വെൽസ്, കച്ച വെൽസ് അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. അതായത് 2 ഇംപെർവിയസ് സ്ട്രാറ്റ. എടാ, നമ്മുടെ ഭൂമിയിൽ എന്തുണ്ട്? ഓരോ സ്ട്രാറ്റാസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഇതാ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വേണ്ട, ആ 2 ഇംപെർവിയസ് സ്ട്രാറ്റയ്ക്ക് ഇടയിൽ എന്ത് വരും? പ്രഷർ വരും. നമുക്ക് തന്നെ അറിയാല്ലേ, ഒരു ബലൂണിനെ നമ്മൾ 2 കൈയും വെച്ച് അല്ലെങ്കിൽ വെള്ളം നിറച്ചിട്ട് 2 കൈയും വെച്ച് സൈഡിൽ നിന്ന് പ്രഷർ കൊടുത്താൽ എന്ത് ചെയ്യും? അതിൽ നിന്നുള്ള വെള്ളം മുകളിലോട്ട് പൊങ്ങി വരത്തില്ലേ? ഓക്കെ, ആ സെയിം പ്രിൻസിപ്പിളാ ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടീസിയൻ വെൽസ് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ വെൽസ് നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഇല്ല, ഇത്തരത്തിലുള്ള വെൽസ് നമ്മുടെ ഇന്ത്യയിൽ അത്ര കോമൺ ആയിട്ട് കാണപ്പെടുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കുതിച്ചു വരുന്ന ടൈപ്പ് ഒരു കിണറാണ് നമ്മുടെ ഇന്ത്യയിൽ. അത് അധികം കോമൺ അല്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടീസിയൻ വെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. അടുത്ത ടൈപ്പ് വെൽ നോക്കാം. ഓക്കെ, അടുത്ത ടൈപ്പ് വെൽസ് ഡക്ക് വെൽസ്. ഓക്കെ, ആ പേര് തന്നെ ഉണ്ട്. എന്താടാ ഡഗ് എന്ന് വെച്ചാൽ? എന്താ? കുഴിക്കുക, കുഴിച്ചെടുക്കുന്ന കിണറുകൾ, അതാണ് ഡക്ക് വെൽസ്. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന കിണർ എങ്ങനത്തെ അതും ഒരു ടൈപ്പ് ഓഫ് എന്ത് തന്നെയാ? ഡക്ക് വെൽസാ. ഇപ്പൊ നമ്മൾ കിണർ കുഴിച്ച് ആ കുഴിയോട് കൂടി മാത്രം ഇരിക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡക്ക് വെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോമൺ ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വെൽ ഏതാ? ഈ ഡക്ക് വെൽസ്. നമുക്ക് തന്നെ അറിയാം അല്ലെ? ഇപ്പൊ കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള കിണറാണ്. പക്ഷെ നമുക്കൊക്കെ ഉള്ളത് ഏതായിരിക്കും? കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സാനിറ്ററി വെൽസാ. ഓക്കെ, ഇത് അങ്ങ് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഈ ഡക്ക് വെൽസിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? കച്ച വെല്ലും പുക്ക വെൽ അല്ലെങ്കിൽ മെസോൺട്രി വെൽ എന്ന് പറയും. ഓക്കെ, കച്ച വെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്ക് വെല്ല് തന്നെ. അതായത് നമ്മളൊരു ഹോള് കുഴിച്ചിട്ട് അതിൽ വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റ എത്തുമ്പോൾ നിർത്തി അത് അതുപോലെ നിൽക്കുന്നു. ഒരു കുഴി എടുത്ത് അതിൽ വെള്ളം കാണുമ്പോൾ കിട്ടുന്ന കിണർ, അതാണ് കച്ച വെൽ. ഓക്കെ, ഇനി പുക്ക വെൽ അല്ലെങ്കിൽ മെസോൺട്രി വെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ?
അത് എന്താ കുഴി കുഴിച്ചെടുത്ത് വെള്ളം കിട്ടുന്ന ഒരു കിണർ. ഓക്കെ, ആ കിണറ്റിന് എന്താ പ്രത്യേകത? ഇറ്റ് ബിൽറ്റ് ഓഫ് ബ്രിക്സ് ഓർ സ്റ്റോൺസ്. എന്താ, കല്ലുകളും പാറകളും കൊണ്ട് നമ്മൾ അതിന്റെ സൈഡിന് എന്ത് ചെയ്യും? കെട്ടി നിർത്തിയിരിക്കും. നമ്മൾ ഇനി പഠിക്കും സ്റ്റെപ്പ് വെൽസ്. ഈ സ്റ്റെപ്പ് വെൽസ് ഒരു ടൈപ്പ് ഓഫ് എന്താ, ഹുക്ക വെല്ലാണെന്ന് നമ്മൾ ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ സ്റ്റെപ്പ് വെൽസിനെ പറ്റിയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ടക്ക് വെൽസ് അത്രേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽസിനെ പറ്റിയിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷാലോ വെൽ, ഡീപ് വെൽ, ഡക്ക് വെൽ, ആർട്ടീസിയൻ വെൽ അങ്ങനെ എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കേടാ. ഈ സ്റ്റെപ്പ് വെൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം, അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് പറയുന്നത്? ദീസ് ആർ ഹുക്ക വെൽസ്. ഇതെന്താണ്? ഹുക്ക വെൽസ്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞു എന്താണ്? കുഴിച്ചെടുത്ത കിണറ്റിന് ചുറ്റിനും നമ്മൾ കല്ലുകളോ പാറകളോ വെച്ച് കെട്ടിയെടുത്ത്. അതായി നോക്കിക്കേ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? പാട്ടിലൊക്കെ കാണും. ഓക്കെ, അങ്ങനത്തെ ഇതാണ് സ്റ്റെപ്പ് വെൽസ്. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന അതാണ് സ്റ്റെപ്പ് വെൽസ്. അതിൽ നോക്കിയേ, കുറച്ച് സ്ത്രീകൾ അതിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്തിനായിരിക്കും? വെള്ളം എടുക്കാനായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദീസ് ആർ ഹുക്ക വെൽസ് കൺസ്ട്രക്റ്റഡ് ഇൻ സച്ച് എ മാനർ ടു എനേബിൾ പീപ്പിൾ ടു ഡിസെൻഡ് ഇൻടു ദ വെൽ ടു ഫെച്ച് വാട്ടർ. എന്താണ്? ആളുകൾക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കിണറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്പ് വെൽസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് വെല്ല് ഒരു ടൈപ്പ് ഓഫ് ഹുക്ക വെല്ലാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്താടാ? ഗുനിയ വർം ഡിസീസ് ഈസ് എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ഇൻ ഏരിയാസ് വെയർ സ്റ്റെപ്പ് വെൽ ആർ ഇൻ യൂസ്. എന്താണ്? ഈ സ്റ്റെപ്പ് വെൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്? ഗുനിയ വർം ഡിസീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗുനിയ വർം ഡിസീസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ? കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പഠിച്ചിട്ടില്ലേ? എന്താടാ ഈ ഡിസീസ് ഉള്ള ആൾക്കാര് എന്താ അവരുടെ കാലുകളിൽ എന്താണ്? ബ്ലിസ്റ്റേഴ്സ് ആണോ? ബ്ലിസ്റ്റേഴ്സ് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് അത് പൊട്ടി അതിന്റെ എന്താണ് ആ ഒരു പാത്തജൻ വെള്ളത്തിലായിട്ട് എന്ത് പറ്റും? സൈക്ലോപ്സ് എന്ന് പറയുന്ന ജീവിയൊക്കെ അത് കഴിച്ച് അങ്ങനെ ഒരു ഇതുണ്ട്. നിങ്ങൾ പഠിച്ച് കാണും. ഓക്കെ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഗുനിയ വർം ഡിസീസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വെൽ ഏതാണെന്ന് നിങ്ങൾക്ക് ചോദിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ സ്റ്റെപ്പ് വെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് ഏത്? ഗുനിയ വർം ഡിസീസ്. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഇത്രേ ചോദിച്ചത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനിയാണ് നിങ്ങളുടെ വെരി വെരി ഇമ്പോർട്ടന്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സാനിറ്ററി വെൽസ്. ഓക്കെ, സാനിറ്ററി വെൽസ്. ഓക്കെ, സാനിറ്ററി വെൽസ് എന്താ? നമ്മുടെയൊക്കെ വീട്ടിലുള്ള കിണറില്ലേ, അതെന്താണ്? സാനിറ്ററി വെൽസ് ആണ്. ഓക്കെ, അപ്പൊ സാനിറ്ററി വെൽസിന് അവരൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? എ സാനിറ്ററി വെൽ ഈസ് വൺ വിച്ച് ഈസ് പ്രോപ്പർലി ലൊക്കേറ്റഡ്, well constructed and protected against contamination with a view to yield a supply of safe water. എന്താണ് പറയുന്നത്? ഒരു സാനിറ്ററി വെൽ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അത് നമ്മളിനി പഠിക്കും. അതിന് വേണ്ടുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കും. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കണം, വെൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. എങ്ങനെയാണ്? നല്ല രീതിയിൽ അതിന് ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനുണ്ട് ഉള്ളത്? അത് കൺസ്ട്രക്ട് ചെയ്യാൻ, നിർമ്മിക്കാനായിട്ടുള്ളത്. പിന്നെ വെരി ഇമ്പോർട്ടന്റ് എന്താണ്? പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് കണ്ടാമിനേഷൻ. നമ്മൾ എന്താണ്? ഒരു സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ, മലിനീകരണത്തിൽ നിന്നും നമ്മൾ ആ കിണറിനെ എന്ത് ചെയ്തിരിക്കണം? സംരക്ഷിക്കുന്ന രീതിയിലായിട്ടുള്ളതും ആയിരിക്കണം എന്ത്? ഒരു സാനിറ്ററി വെൽ. പിന്നെ ഒരു പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് വിത്ത് വ്യൂ ടു yield a supply of safe water. പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്തും കിട്ടണം? നല്ല സുരക്ഷിതമായ ജലവും കിട്ടണം. ഓക്കെ, ഇത്രയാണ് എന്ത്? ഒരു സാനിറ്ററി വെൽ എന്താണ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഈ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ അതുപോലെ പഠിക്കണം. 1 മാർക്കിന് ഇവിടെ നിന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ?
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സാനിറ്ററി വെല്ലിന്റെ ഒരു പിക്ചർ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാമിന് പിക്ചർ വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പിക്ചർ വരയ്ക്കാൻ പഠിക്കണം, അത് അടയാളപ്പെടുത്താൻ പഠിക്കണം, എന്തൊക്കെ എവിടെയൊക്കെ വരുമെന്ന് അടയാളപ്പെടുത്താൻ പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഓരോ പാർട്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയും വേണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പിക്ചർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സെക്കൻഡ് പിക്ചറിനെ കാട്ടിയിട്ടും ഫസ്റ്റ് പിക്ചർ ആണ് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാം വരുന്നത് ആ ഒരു ഫസ്റ്റ് പിക്ചറിലാണ്. ഓക്കെ, ഇത് നമ്മുടെ വീടിലൊക്കെ ഉള്ള കിണർ, അത് ഓർത്താ മതി. ഓക്കെ, എന്തൊക്കെ കാണും നോക്കിക്കേ, എന്തൊക്കെ കാണും? അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു കവർ, സിമെന്റ് കോൺക്രീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും, അതിനെ കവർ ചെയ്തിരിക്കും, കിണറിനെ കവർ ചെയ്തിരിക്കും. ചിലയിടത്ത് ഈ എന്താ ഇരുമ്പ് കമ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വലയിട്ടതായിരിക്കും. അല്ലെങ്കിൽ ചിലയിടത്ത് സിമെന്റ് കോൺക്രീറ്റ് തന്നെ കെട്ടി വലിയൊരു ഇങ്ങനെ അടപ്പ് കണക്ക് മുകളിൽ വെച്ചേക്കും. ഓക്കെ, പിന്നെ എന്തുണ്ട്, കോരിയെടുക്കാൻ ഒരു തൊട്ടിയും കയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പാരപ്പറ്റ് വാൾ. ഓക്കെ, പാരപ്പറ്റ് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ആ വട്ടത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു പാർട്ടില്ലേ, നമ്മൾ കിണർ നോക്കിയാൽ മതി, അത് നമ്മൾ ചെന്ന് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു സ്ഥലമില്ല, അതാണ് പാരപ്പറ്റ് വാൾ, വട്ടത്തിന് പുറമേ കാണുന്ന ഒരു സാധനം. ഓക്കെ, ഇനി അടുത്ത എന്താ, പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്തുവാ? പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ പാരപ്പറ്റ് വാളിന്റെ ആ ഒരു തറയില്ലേ, തറയിൽ വട്ടത്തിന് ഇട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും ഒരു ഡ്രെയിൻ, അഴുക്ക വെള്ളമൊക്കെ ഒഴുകി പോവാനായിട്ട് നമ്മൾ ഒരു അഴുക്ക് ചാല അതിന്റെ സൈഡിൽ കാണും. അതിന് താഴെ സിമന്റ് ലൈനിങ്. ഓക്കെ, സിമന്റ് ലൈനിങ് നമുക്ക് പുറമേന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, കിണറ്റിന്റെ അകത്തോട്ട് നോക്കിയാൽ മാത്രമേ എന്ത് കാണാൻ പറ്റൂ, സിമന്റ് ലൈനിങ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ കിണറ്റിന്റെ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ഓരോ തൊടിയായിട്ട്, തൊടി എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ് എന്ത്, സിമന്റ് ലൈനിങ്. അതിന്റെ അകത്ത് നമ്മൾ പാറ സിമന്റ് ഒക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പാർട്ട്, അതാണ് സിമന്റ് ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗുഡ് ലൊക്കേഷൻ, അത് നമ്മൾ പറയും, ഇനി പഠിക്കും. പിന്നെ എന്താ, മുകളിൽ ഒരു ഹാൻഡ് പമ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു സാനിറ്ററി വെല്ലിന്റെ എന്ത് വരുന്നത്, മെയിൻ ആയിട്ടുള്ള പാർട്സ് വരുന്നത്. അപ്പൊ നിങ്ങളിത് വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ ഓക്കെ, നമുക്കിനി ഓരോ പാർട്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, റൂൾസ് ടു ബി ടേക്കൻ വൈൽ കൺസ്ട്രക്ടിങ് സാനിറ്ററി വെൽസ്. എന്താണ്, ഒരു സാനിറ്ററി വെല്ല് നിർമ്മിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത് എന്നാണ്. ഓക്കെ, അതിന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നോക്കിക്കേ, ആദ്യത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ആ സാനിറ്ററി വെല്ലിന്റെ ലൊക്കേഷൻ ആണ്. ഓക്കെ, എന്താ പറയുന്നേ, ഷുഡ് ബി ലൊക്കേറ്റഡ് നോട്ട് ലെസ് ദാൻ 15 meter or 50 feet ഫ്രം എ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. അതായത് ഒരു മലിനീകരണത്തിന്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് 15 മീറ്റർ അകലെയെങ്കിലും ആയിരിക്കണം എന്തെന്ന് പറയേണ്ടുന്നത് ഒരു സാനിറ്ററി വെല്ലിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. 15 മീറ്റർ അല്ലെങ്കിൽ 50 അടി. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു സാനിറ്ററി വെല്ലിന്റെ ലൊക്കേഷൻ അവർ ചിലപ്പോ ഓപ്ഷനിൽ 15 മീറ്റർ, 50 മീറ്റർ, 50 അടി അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും പഠിച്ചിരിക്കണം. ഓക്കെ, മീറ്ററിലും ഫീറ്റിലും പഠിച്ചിരിക്കണം. ഓക്കെ ഓക്കെ അല്ലേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആണ്, അത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ, അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 15 മീറ്റർ അകലെ അല്ലെങ്കിൽ 50 അടി അകലെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പാർക്ക് ടെക്സ്റ്റ് ബേസ് ആണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ സാധാ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 7.5 മീറ്റർ സംതിങ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പാർക്ക് ബേസിൽ പഠിക്കുക. ഓക്കെ ഓക്കെ അല്ലേ, ഓക്കെ ഓക്കെ. ഇനി എന്താ പറയുന്നത് ലൊക്കേഷനെ പറ്റിയിട്ട്, ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് എ ഹയർ ലെവൽ വിത്ത് റെസ്പെക്ട് ടു പോസിബിൾ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. എന്താണ്, ഒരു കണ്ടാമിനേഷന്റെ സോഴ്സിൽ നിന്നും ഹയർ ലെവൽ, ഉയർന്ന പ്രദേശത്തായിരിക്കണം എന്ത്, നമ്മുടെ കിണറിന്റെ ലൊക്കേഷൻ വരാനായിട്ടുള്ള. അതെന്തായിരിക്കും അങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിണറിന്റെ ലൊക്കേഷൻ താഴെയാണ്. ഓക്കെ,
ഒരു ടോയ്ലറ്റ് ഈ കിണറ്റിന്റെ ഒന്നും മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ഈ ടോയ്ലറ്റ് എന്നുള്ള ആ ഒരു കുഴിയില്ലേ, ആ കുഴിയിലുള്ള എക്സ്ക്രീറ്റയൊക്കെ എന്താ മണ്ണിലോട്ട് താഴ്ന്നു പോയി കിണറ്റി എത്താൻ ചാൻസ് അല്ലേ. അതേസമയം കിണറ് മുകളിലും ടോയ്ലറ്റ് താഴെയാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടാമിനേഷന്റെ സാധ്യത ഉണ്ടോ? ഇല്ല. ഓക്കെ, അതുകൊണ്ടാ പറയുന്നത് എന്ത്, എപ്പോഴും നമ്മൾ കിണർ നിർമ്മിക്കുമ്പോൾ ഒരു ഉയർന്ന പ്രദേശത്ത് വേണം നിർമ്മിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ ഓക്കെ. മൂന്നാമത് ലൊക്കേഷനെ പറ്റി പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നോ യൂസർ വിൽ ഹാവ് ടു ക്യാരി വാട്ടർ ഫോർ മോർ ദാൻ 100 മീറ്റർ ഓർ 109 yards. എന്താ പറയുന്നത്? അതായത് 100 മീറ്റർ അകലെ ചെന്ന് ഒരാൾക്ക് പോലും വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറ്റാത്ത രീതിയിലായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കിണർ വെക്കുമ്പോൾ ഒരിക്കലും 100 മീറ്റർ അങ്ങനെ അകലെ കൊണ്ട് വെക്കരുത്. ഓക്കെ, നമ്മൾ അടുത്തായിരിക്കണം കിണർ. അത്രയും ദൂരം ചെന്ന് കോരിക്കൊണ്ട് നടന്നുകൊണ്ട് വരാനുള്ള ഒരു ഇതൊന്നും ആയിരിക്കരുത് എന്ത്, ഒരു കിണറിന്റെ ലൊക്കേഷൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം. ഓക്കെ, 100 മീറ്റർ കൂടാൻ പാടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു കിണർ നിർമ്മിക്കുമ്പോൾ എന്റെ ലൊക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ലൈനിങ്ങിനെ പറ്റിയിട്ടാ പറയാൻ പോകുന്നത്. സിമെന്റ് ലൈനിങ് നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു, കണ്ടില്ലേ? ആ ഒരു പാർട്ടാണ് സിമെന്റ് ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതെന്താ? ലൈനിങ് ഓഫ് ദി വെൽ ഷുഡ് ബി ബിൽറ്റ് ഓഫ് ബ്രിക്സ് ഓർ സ്റ്റോൺ സെറ്റ് ഇൻ സിമെന്റ് up to a depth of at least 6 meter or 20 feet to prevent the entry of water from the sides. എന്താണ് പറയുന്നത്? കിണറിന്റെ ആ ഒരു ലൈനിങ് എന്ന് പറയുന്നത് എങ്ങനെ വേണം നിർമ്മിക്കാനായിട്ട്? എന്താണ്? പാറയോ അല്ലെങ്കിൽ കല്ലുകളോ വെച്ച് സിമെന്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എത്ര വേണം? 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ് ഡെപ്ത് അതിനുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ സൈഡിൽ നിന്നും എന്ത്, ഈ മലിനജലം അങ്ങനെയുള്ള സാധനങ്ങൾ അതിൽ വീഴാൻ പറ്റാത്ത രീതിയിലും ആയിരിക്കണം നമ്മൾ എന്ത് നിർമ്മിക്കാനായിട്ടുള്ളത്, കിണറ്റിന്റെ ആ ഒരു ലൈനിങ് നിർമ്മിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പാർട്ട് എന്താ? പാരപ്പറ്റ് വാൾ. പാരപ്പറ്റ് വാൾ എവിടെയാ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വട്ടത്തിന് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന, നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന കൈവരിയൊക്കെ ഉള്ള ആ ഒരു പാർട്ടാ എന്തെന്ന് പറയുന്ന പാരപ്പറ്റ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പറയുന്നത് അതിന്റെ ഹൈറ്റ് എത്ര ഉണ്ടായിരിക്കണം എന്നാ പറയുന്നേ? 70 മുതൽ 75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25 ഇഞ്ചസ് ഉണ്ടായിരിക്കണം എന്ത്, പാരപ്പറ്റ് വാളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നിർമ്മിക്കുമ്പോൾ 70 to 75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25 ഇഞ്ചസ് ഉണ്ടായിരിക്കണം അതിന്റെ ഹൈറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് എങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അടുത്ത പാർട്ടാണ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്താണെന്ന് ഞാൻ പറഞ്ഞേ? നമ്മുടെ പാരപ്പറ്റ് വാളിന്റെ ആ ഒരു തറയിൽ കെട്ടിയിട്ടുള്ള ആ ഒരു വട്ടത്തിനിരിക്കുന്ന ആ ഒരു പാർട്ടാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിലായിരിക്കും എന്ത്, അതിന്റെ ഒരു സൈഡിൽ കൂടിയിട്ടായിരിക്കും ഡ്രെയിൻ ഒഴുകി പോകുന്നത്. ഓക്കെ ഓക്കെ, അതിലെന്താ പറയുന്നേ? There should be a cement concrete platform around the well extending at least 1 meter in all directions. എന്താണ് പറയുന്നത്? 1 മീറ്റർ എന്താ അകലത്തില് റൗണ്ട് ആയിട്ട് വേണം എന്ത് നിർമ്മിക്കാൻ? പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ. അത് എങ്ങനെ നിർമ്മിക്കണം? സിമെന്റ് കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത് ആയിരിക്കണം. ഓക്കെ, അയാൾ അത്രേ ഉള്ളൂ. വേണമെങ്കിൽ അതിന്റെ എന്താ, അത് എത്ര മീറ്റർ വേണം എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കോൺ ഓഫ് ഫിൽട്രേഷൻ. ഓക്കെ, കോൺ ഓഫ് ഫിൽട്രേഷൻ. ഓക്കെ, ഡ്രെയിൻ. ഡ്രെയിനിലാണ് നമ്മൾ കോൺ ഓഫ് ഫിൽട്രേഷൻ പഠിക്കുന്നത്. അപ്പോ നോക്കാം. Pucca drain to carry off spilled water to a soakage pit constructed beyond the cone of filtration or area of draining of the well. അതായത് ഈ കിണറ്റിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളം ആ പോകുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ കോൺ ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സോക്കേജ് പിറ്റ് എന്ന് വെച്ചാൽ അഴുക്കിന്റെ ആ ഒരു കുഴിയില്ലേ, അഴുക്ക വെള്ളം വന്ന് വീഴുന്ന ആ കുഴി, അതിനെയാണ് സോക്കേജ് പിറ്റ്. ഫിൽഡ് വാട്ടർ എന്ന് വെച്ചാൽ അഴുക്ക വെള്ളം. ഓക്കെ ഓക്കെ, അപ്പൊ കോൺ ഓഫ് ഫിൽട്രേഷന് അപ്പുറത്തായിരിക്കണം എന്ത്, ഈ സോക്കേജ് പിറ്റ് നമ്മൾ നിർമ്മിക്കാനായിട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്.
ഏരിയ ഓഫ് ഡ്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺ ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ദ ഏരിയ ഓഫ് ഡ്രെയിനിങ് ഓഫ് എ സാനിറ്ററി വെൽ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, എന്തെന്ന് പറയും, കോൺ ഓഫ് ഫിൽട്രേഷൻ. ഓക്കെ, അതിനെയാണ് കോൺ ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഒരു സാനിറ്ററി വെല്ലിന് എന്ത് വേണം, കവറിങ് വേണം. കവറിങ് എങ്ങനെയായിരിക്കണം കവറിങ്? സിമെന്റ് കോൺക്രീറ്റ് കവറിങ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി വെൽ. കിണറ്റിന്റെ മുകളിൽ ഒരു സിമെന്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത ഒരു കവറിങ് ഉണ്ടായിരിക്കണം. പിന്നെന്ത് വേണം, ഒരു ഹാൻഡ് പമ്പ്. എ ഹാൻഡ് പമ്പ് ഷുഡ് ബി ഫിറ്റഡ് വിത്ത് ദ വെൽ ഫോർ ലിഫ്റ്റിംഗ് ദ വാട്ടർ. നമുക്ക് വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം, ഒരു ഹാൻഡ് പമ്പ് കിണറ്റിൽ ഫിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ക്വാളിറ്റി. ഓക്കെ, ക്വാളിറ്റി പറ്റി പറയുമ്പോൾ എന്തൊക്കെ പറയാം, ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി ഓഫ് വാട്ടർ ഷുഡ് ബി ടെസ്റ്റഡ് ഇൻ എ ലബോറട്ടറി ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. എന്താണ് പറയുന്നത്, നമ്മുടെ ഈ സാനിറ്ററി വെല്ലിലുള്ള ആ ഒരു വെള്ളത്തിന്റെ ഫിസിക്കൽ പരം ഭൗതികപരമായും, കെമിക്കൽ പരം രാസപരമായും, ബാക്ടീരിയോളജിക്കൽ പരമായിട്ടുള്ള അതിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എവിടെ ടെസ്റ്റ് ചെയ്തിരിക്കണം, ഒരു ലബോറട്ടറിയിൽ ഈ വെള്ളം കൊടുത്ത് ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് കുടിക്കാൻ യോഗ്യമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതാണ് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി. കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ആരാ, കൺസ്യൂമർ എന്ന് വെച്ചാൽ ആരാ, സാനിറ്ററിയിൽ നിന്ന് വെള്ളം എടുക്കുന്നത് ആരാ, നമ്മളൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ കൺസ്യൂമറിന്റെ റെസ്പോൺസിബിലിറ്റിയാ പറയുന്നത്. പീപ്പിൾ ഷുഡ് നോട്ട് ബി പെർമിറ്റഡ് ടു ബാത്ത് ഓർ വാഷ് ക്ലോത്ത് ആൻഡ് ആനിമൽസ് നിയർ ദ വെൽ. അതായത് നമ്മളിപ്പോ ഈ ഒരു പൊതു കിണറൊക്കെ ആണെങ്കിൽ ധാരാളം ആൾക്കാർ ആ കിണറ്റിന്റെ അടുത്ത് വന്നിട്ട് കുളിക്കും, വസ്ത്രങ്ങൾ കഴുകും, ഓക്കെ, അങ്ങനെ ആനിമൽസിനെയൊക്കെ കുളിപ്പിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാ, അതിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ ഒക്കെ സ്പിൽ ചെയ്ത് എങ്ങോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്, സാനിറ്ററി വെല്ലിലോട്ട് വീണ് അത് എന്താകാം, കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തൊട്ടിയും കയറും ഒക്കെ ഒരൊറ്റ തൊട്ടിയും കയറും ഇട്ട് കോരണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ പൊതു കിണറിലൊന്നും ഓരോരുത്തരും തൊട്ടിയും കയറും കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടൊന്നും കോരരുത്. അങ്ങനെ ഇട്ട് കോരുമ്പോ എന്താ, ഓരോ സ്ഥലത്തു നിന്നുള്ള അഴുക്കുകൾ വീണ്ടും ആ കിണറ്റിലോട്ട് ആവുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സാനിറ്ററി വെൽ നിർമ്മിക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടുന്ന റൂൾസ് എന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ 5 മാർക്കിന് ചോദിക്കുമ്പോൾ എന്തൊക്കെ വേണം, അതിന്റെ എന്തൊക്കെ പാർട്സ് ഉണ്ട്, എന്തൊക്കെ ആണ് ആ റൂൾസ്, ഇത്രയും റൂൾസ് എഴുതണം. പിന്നെ പിക്ചർ വരച്ച് അടയാളപ്പെടുത്തണം. പിന്നെ സാനിറ്ററി വെല്ലിന്റെ ആ ഒരു ഡെഫിനിഷനും എഴുതണം. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ 5 മാർക്ക് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 5 മാർക്കേ ഉള്ളൂ. 5 പോയിന്റ് എഴുതി എന്ന് പറഞ്ഞിരുന്നാലൊന്നും നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, അവരെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് തരത്തുള്ളൂ നിങ്ങളുടെ പബ്ലിക് എക്സാമിന്. ഓക്കെ, അപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ സാനിറ്ററി വെല്ലിന്റെ ലൊക്കേഷൻ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ കോൺ ഓഫ് ഫിൽട്രേഷൻ, ഈ 2 കാര്യങ്ങളാണ് PSC പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അടുത്തൊരു ടൈപ്പ് വെല്ലാണ് പറയുന്നത് ട്യൂബ് വെൽസ്. ഓക്കെ, ട്യൂബ് വെൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്യൂബ് വെൽസ് ആരുടെയെങ്കിലും വീട്ടിലൊക്കെ കാണും. ഓക്കെ, ട്യൂബ് വെൽസ് നമ്മൾ കുഴൽ കിണർ എന്ന് പറയത്തില്ലേ, അതിനെയാണ് ട്യൂബ് വെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ട്യൂബ് വെൽസ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പൈപ്പ് sunk into the water bearing stratum and fitted with a strainer at the bottom and a hand pump at the top. എങ്ങനെ ഒരു ട്യൂബ് വെൽ എങ്ങനെ ഇരിക്കുന്നേ, വലിയൊരു പൈപ്പാണ് നമ്മൾ കുഴലെന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പൈപ്പ് എങ്ങോട്ടേക്ക് നമ്മൾ ഇടിച്ചിറക്കും,
നമ്മൾ കുഴിച്ചിടും ഒരു പൈപ്പ്. എന്നിട്ട് അതിന്റെ ആ കുഴിച്ചിടുന്ന പൈപ്പിന്റെ അടിയിൽ എന്ത് വെക്കും? ഒരു സ്ട്രെയിനർ. ബോട്ടത്തിൽ എന്ത് വെക്കും? ഒരു സ്ട്രെയിനർ. സ്ട്രെയിനർ എന്ന് വെച്ചാൽ ഒരു അരിപ്പ കണക്കത്തെ ഒരു സാധനം വെക്കും. ഓക്കെ. എന്നിട്ട് ഒരു ഹാൻഡ് പമ്പ്. ഇതാണ് എന്ത്? ഒരു ട്യൂബ് വെല്ലിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അവിടെയൊക്കെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ടിൽ ഓരോ പാട്ടിലൊക്കെ കണ്ടു കാണത്തില്ലേ? ഓക്കെ. ഹിന്ദി സോങ്സിലൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ. ഇതാണ് ട്യൂബ് വെൽസ്. അതിന്റെ അടിയിലോട്ട് എന്ത് കാണും? ആ കുഴൽ കാണും. കണ്ടില്ലേ? എന്നിട്ട് മുകളിൽ ഈ ഹാൻഡ് പമ്പിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? വെള്ളം വരുന്നത്. ഓക്കെ. ഇവരിപ്പോ ഇവിടെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതാണ് ട്യൂബ് വെൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താ? ട്യൂബ് വെൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ഇത് നമുക്കറിയാം, അധികം വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്ത് പാറ തുരന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്യൂബ് വെൽസ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ സ്ട്രെയിനർ വെക്കുന്നത് എന്തിനായിരിക്കും? ഈ പാറയിൽ നിന്നുള്ള മിനറൽസും മറ്റുമൊക്കെ വീണ് ഹാർഡ് വാട്ടർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ സ്ട്രെയിനർ അതിന്റെ അടിയിൽ വെച്ച് അത് അരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെന്തായിരിക്കും? നല്ല ക്വാളിറ്റിയുള്ള വെള്ളമായിരിക്കും. ബാക്ടീരിയോളജിക്കലി സേഫ് ആയിരിക്കും. അത്രയും ആഴത്തുനിന്നാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ടീരിയോളജിക്കലി സേഫ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചണ്ഡീഗഡ് ഡിറൈവ്സ് ഇറ്റ്സ് എൻറ്റയർ വാട്ടർ ഫ്രം ട്യൂബ് വെൽ. അതായത് ട്യൂബ് വെൽസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ഓക്കെ. അപ്പൊ അത് മറക്കരുത്. ഓക്കെ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇവിടെ നിന്ന് നോട്ട് ചെയ്യണം. പിന്നെ ട്യൂബ് വെൽസ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്ര എഴുതണം. ട്യൂബ് വെൽസിന്റെ ആ ഒരു 2 ടൈപ്പും കൂടെ എഴുതണം. ഓക്കെ. പിന്നെ പറയുന്ന പോയിന്റ് എന്താ? ട്യൂബ് വെൽസ് എത്ര നാൾ നിലനിൽക്കും? എത്ര നാൾ നിലനിൽക്കും? ഒരു 5 to 10 years വരെ എന്ത് നിലനിൽക്കും? ഒരു ട്യൂബ് വെല്ല് നിലനിൽക്കും. ഓക്കെ. ഇനി പറയുന്നത് ട്യൂബ് വെൽസിന്റെ ടൈപ്പ് ആണ്. ഓക്കെ. എത്ര ടൈപ്പ് ഓഫ് ട്യൂബ് വെൽസ് ആ ഉള്ളേ? 2 ടൈപ്പ് ട്യൂബ് വെൽസ്. ഷാലോ ട്യൂബ് വെൽസും ഡീപ്പ് ട്യൂബ് വെൽസും. ഓക്കെ. അപ്പോ ആദ്യം നമുക്ക് ഷാലോ ട്യൂബ് വെൽസിനെ പറ്റിയിട്ട് നോക്കാം. ഷാലോ ട്യൂബ് വെൽസിനെ ഓൾസോ പറയുന്ന പേര്, ഓൾസോ നോൺ ആസ് എന്തെന്നാ അറിയപ്പെടുന്നത്? ഡ്രിവൻ വെൽസ് എന്നാ അറിയപ്പെടുന്നത്. നോട്ട് ചെയ്യണം, പഠിക്കണം. PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഷാലോ ട്യൂബ് വെൽസിനെ ഓൾസോ പറയുന്ന പേരെന്താ? ഡ്രിവൻ വെൽസ്. ഈ ഷാലോ ട്യൂബ് വെൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റിയാ? റൂറൽ കമ്മ്യൂണിറ്റി ആയിരിക്കും. ഓക്കെ. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് എന്ത്? ഡീപ്പ് ട്യൂബ് വെൽസ്. ഡീപ്പ് ട്യൂബ് വെൽസ് എന്ന് വെച്ചാൽ എന്താ? നല്ല ആഴത്തിലുള്ള ട്യൂബ് വെൽസ്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾസോ നോൺ ആസ് എന്തെന്നറിയപ്പെടുന്നത്? ബോർവെൽസ്. ഓക്കെ. ബോർവെൽസ്. ഓക്കെ. നമ്മുടെ ഇവിടെയൊക്കെ മെയിൻ ആയിട്ടും ഈ ബോർവെൽസ് ആണ് കാണപ്പെടുന്നത്. ഡീപ്പ് ട്യൂബ് വെൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ. ഒരു ഗ്രാമപ്രദേശം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഷാലോ ട്യൂബ് വെൽസ് കാണപ്പെടുന്നത്. അപ്പൊ ഡീപ്പ് ട്യൂബ് വെൽസ് ആണ് എന്ത്? പാറയൊക്കെ പാറ തുരന്നെടുത്തുണ്ടാകുന്നതാണ് ഡീപ്പ് ട്യൂബ് വെൽസ് അല്ലെങ്കിൽ ബോർവെൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി submersible pump is installed underground in the deep tube wells. Deep tube wellsൽ ഒരു submersible പമ്പ് അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ എന്ത് ചെയ്തിരിക്കും? ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. കാരണം അത്രയും ആഴത്തിൽ നിന്ന് വേണം നമുക്ക് വെള്ളം എടുത്തുകൊണ്ട് തരാനായിട്ടുള്ളത്. ഓക്കെ. അതുകൊണ്ടാണ് ആ ഒരു പമ്പ് അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ട്യൂബ് വെൽസിനെ പറ്റിയിട്ട് പറയുന്നത്. ഇപ്പൊ ട്യൂബ് വെൽസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിന് ചോദിക്കാൻ ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ എഴുതണം. ആ ഒരു ടൈപ്പും കൂടെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ. ഇവിടെ ചണ്ഡീഗഡ്, ഡ്രിവൻ വെൽസ്, ബോർ വെൽസ്, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. പിന്നെ ട്യൂബ് വെൽസിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് 1 മാർക്കിനും 2 മാർക്കിനും മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം.
ഓക്കെ, ഇത് ട്യൂബുവെല്ലിന്റെ ആ ഒരു പിക്ചറാണ് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ വെൽസ് കഴിഞ്ഞു, വെൽസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രൗണ്ട് വാട്ടറിന്റെ രണ്ട് ടൈപ്പാ ഏതൊക്കെ? വെൽസും സ്പ്രിങ്സും നമ്മൾ പറഞ്ഞത്. അതിൽ വെൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഷാലോ വെൽസ് പറഞ്ഞു, ഡീപ്പ് വെൽസ് പറഞ്ഞു, ആർട്ടീസിയൻ വെൽസ് പറഞ്ഞു, ഡക്ക് വെൽസ് പറഞ്ഞു, പിന്നെ ഏത് പറഞ്ഞു? സ്റ്റെപ്പ് വെൽസ് പറഞ്ഞു, സാനിറ്ററി വെൽസ് പറഞ്ഞു, ട്യൂബ് വെൽസ് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എത്രയായി? ആറ് ടൈപ്പ് ഓഫ് വെൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് വെൽ ഇങ്ങനെ ഓരോ ടൈപ്പ് എഴുതാനായിട്ട് 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ സാനിറ്ററി വെല്ലിന്റെ ആ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടാ. അല്ലാതെ സാനിറ്ററി വെല്ലിന്റെ ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും എഴുതാൻ നിൽക്കരുത്. സാനിറ്ററി വെല്ലിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അല്ലാതെ 6 ടൈപ്സ് ഓഫ് വെൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാനിറ്ററി വെൽ എത്തുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് വാട്ടറിൽ നമുക്ക് അടുത്തൊരു ടൈപ്പാണ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിങ്സ് എന്ന് പറയുന്നത് എന്താ? മലയാള അർത്ഥം എന്താ? നിങ്ങൾ ഈ നീരുറവകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നീരുറവ, അതാണ് ആക്ച്വലി സ്പ്രിങ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. എ സ്പ്രിങ് ഈസ് മിയർലി ഗ്രൗണ്ട് വാട്ടർ that finds its way to the surface because of certain topographical characteristics of the land. അതായത് നമ്മുടെ ഭൂമിയുടെ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഗ്രൗണ്ട് വാട്ടർ ഏതെങ്കിലും സർഫസിലൂടെ എന്ത് ചെയ്യും? പുറത്തു വരും. ഭൂമിയുടെ ഉപരിതലത്തിലൂടെ പെട്ടെന്നായിരിക്കും പുറത്തു വരും. നമ്മൾ ചിലപ്പോ ഈ മഴയൊക്കെ പെയ്യുമ്പോ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ? അവിടെ നിന്നായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുമിളകളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? സ്പ്രിങ്സ് എന്ന് പറയുന്നത്, നീരുറവകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഇതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കാം. ഓക്കെ, PSC ആയാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിനായാലും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് certain topographical characteristics of the land. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്പ്രിങ്സ് ആണെന്ന് ഉറപ്പിച്ചോളണം. ഓക്കെ, പിന്നെ ജസ്റ്റ് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. ഓക്കെ, സംഭവം അതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സ്പ്രിങ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഡീപ്പ് സ്പ്രിങ്സും ഷാലോ സ്പ്രിങ്സും. അത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച സെയിം സാധനമാണ്. ഡീപ്പ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമായിരിക്കും, ബാക്ടീരിയോളജിക്കലി സേഫ് ആയിരിക്കും. ഷാലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, കണ്ടാമിനേഷന് ചാൻസ് ഉണ്ട്, അത്രയ്ക്ക് സേഫ് ഒന്നും ആയിരിക്കത്തില്ല. ഷാലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വറ്റിപ്പോകുന്നതായിരിക്കും. ഡീപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് നാളെങ്കിലും നിലനിൽക്കും. പക്ഷേ നമുക്ക് ഈ സ്പ്രിങ്സ് ഒരിക്കലും ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ആയിട്ട് നമുക്ക് എന്താ ആശ്രയിക്കാനായിട്ട് പറ്റത്തില്ല. അതാ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. സ്പ്രിങ്സ് ആർ നോട്ട് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ഡ്യൂ ടു ഇറ്റ് സ്മോൾ ഈൽഡ്. നമുക്ക് ഇതിന് വളരെ കുറച്ച് വെള്ളം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സ്പ്രിങ്സ് നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതൊരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ആയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇതിൽ നിന്ന് അങ്ങനെ വെള്ളം എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള വെള്ളമൊന്നും ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ കഴിഞ്ഞു, നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്ന ഒരു വലിയ പോർഷൻ നമ്മൾ കഴിഞ്ഞു. സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈയിൽ നമ്മൾ റെയിൻ പറഞ്ഞു, സർഫസ് വാട്ടർ പറഞ്ഞു, ഗ്രൗണ്ട് വാട്ടർ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും നല്ലോണം പഠിക്കണം. ഇവിടുന്ന് എന്തൊക്കെ ആയാലും ഒരു 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിനും 5 മാർക്കിനുമുള്ള ക്വസ്റ്റ്യൻസ് ഈ വാട്ടർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഒരുമിച്ച് തരും. ഓക്കെ, ഓക്കെ, നമ്മൾ ഓരോ ക്ലാസ്സിനും 1 വേർഡ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. 2 മാർക്കിനും 5 മാർക്കിനും ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഞാൻ എല്ലാം തരാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക്കാ പറയുന്നത് സലൈൻ ഇൻട്രൂഷൻ. ഓക്കെ,
സലൈൻ ഇൻട്രൂഷൻ. എന്താണ് സലൈൻ ഇൻട്രൂഷൻ എന്ന് നോക്കാം. എടാ നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? സലൈൻ ഇൻട്രൂഷൻ. ആ പേര് തന്നെ ഉണ്ട്. എന്താ സലൈൻ എന്ന് വെച്ചാൽ എന്തുവാ? ഓക്കെ, ഉപ്പിന്റെ അംശമുള്ള സാധനങ്ങളെയാണ് നമ്മൾ സലൈൻ എന്ന് പറയുന്നത്. ഇൻട്രൂഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് ഇൻട്രൂഡ് ചെയ്ത് കയറുക എന്ന് വെച്ചാൽ തുരന്ന് കയറുക, ആ ഒരു മീനിങ്. ഓക്കെ, അപ്പൊ സലൈൻ ഇൻട്രൂഷൻ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം എങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടുന്ന ഒരു കാര്യമാണ് സീ വാട്ടർ കണ്ടെയ്ൻ 3.5% ഓഫ് സോൾട്ട്സ് ഇൻ സൊല്യൂഷൻ. എന്താണ്? കടൽ വെള്ളത്തില് എത്ര ശതമാനം ഉപ്പുണ്ട്? അതായത് ടോട്ടൽ കടൽ വെള്ളം എടുത്തു കഴിഞ്ഞാല് അതില് 3.5% എന്താണ്? ഉപ്പാണ്. ഓക്കെ, ഇവിടെ നിന്ന് വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സീ വാട്ടർ കണ്ടെയ്ൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് സോൾട്ട്സ് ഇൻ സൊല്യൂഷൻ എന്ന് ഇവിടെ നിന്ന് 1 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് സലൈൻ ഇൻട്രൂഷൻ എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കിക്കേ, if the deep wells are very near to seawater, there is possibility of infiltration of seawater into the well. എന്താണ്? നമ്മുടെ ഈ കടലിന്റെ അടുത്തൊക്കെ ഉള്ള വീടുകളില്ലേ, അവിടെ കിണറ് കാണത്തില്ലേ? ഓക്കെ, അപ്പോ അങ്ങനെയുള്ള എങ്ങനത്തെ ഡീപ്പ് വെൽസ്, ആഴമുള്ള കിണറുകളാണെങ്കിൽ ഈ കടലിൽ നിന്നുള്ള വെള്ളം എങ്ങോട്ടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരാം? ഈ വീടുകളിലുള്ള കിണറ്റിലേക്ക് എന്ത് ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, കടൽ വെള്ളം എവിടത്തേക്ക്? വീട്ടിലുള്ള വെള്ളമായിട്ട് കലരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് അത്രേ ഉള്ളൂ, മീനിങ് അത്രേ ഉള്ളൂ. കടൽ വെള്ളം അതിന്റെ തൊട്ടടുത്ത് കിണറുകൾ ഉണ്ടെങ്കിൽ ആ വെള്ളത്തില് ജസ്റ്റ് ആ കടൽ വെള്ളത്തിന്റെ ഇത് വന്ന് കലരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സലൈൻ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് സലൈൻ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം എന്ത് പറ്റുമെന്നാ പറയുന്നേ? This gives brackish taste to water and make the water unfit for domestic use. ഇത് ആ കിണറ്റിലെ വെള്ളത്തിന് എന്ത് തരും? ഒരു ബ്രാക്കിഷ് ടേസ്റ്റ്, ഒരു ഉപ്പിന്റെ ഒരു ടേസ്റ്റ് തരും. എന്നിട്ട് എന്ത് പറ്റും? ആ വെള്ളം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ നമുക്ക് എന്നാ അറിയാം, ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്താ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ദ്രവിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കടലിന്റെ അടുത്തൊക്കെ വീടുകളുള്ളവർക്ക് നമ്മൾ അല്ലാതെയുള്ള വെള്ളമൊക്കെയാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആരെങ്കിലും വീടൊക്കെ വെക്കുന്നെങ്കിൽ കടലിന്റെ അടുത്തൊന്ന് വെക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ സലൈൻ ഇൻട്രൂഷൻ ഇത്രയേ ഉള്ളൂ. സലൈൻ ഇൻട്രൂഷൻ നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ PSC പോയിന്റ് ഓഫ് വ്യൂവില് ഈ പെർസെൻറ്റേജ് അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്? ഏതാ? വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം എന്ന് പറയുന്ന പാർട്ടിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇംപ്യൂരിറ്റീസ് ഓഫ് വാട്ടർ. വെള്ളത്തില് എന്തൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ വെള്ളത്തില് പ്രധാനമായിട്ടും എത്ര ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ആയിരിക്കാം ഉണ്ടാവുന്നേ? 2 ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവാം. ഏതൊക്കെയാ? ഡിസോൾവ്ഡ് ആയിട്ടുള്ളതും സസ്പെൻഡഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആയിരിക്കും അത്. ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഡിസോൾവ്ഡ് എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്തുവാ? വെള്ളവുമായിട്ട് കലർന്നിരിക്കുന്ന ഇംപ്യൂരിറ്റീസ്. ഓക്കെ, അതെന്തൊക്കെയായിരിക്കും? ചില ഗ്യാസസ് ഈ ഗ്യാസസ് വെള്ളമായിട്ട് ചേർന്ന് ഇങ്ങനെ കലർന്നിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഏതൊക്കെയാ? ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫേറ്റ്, അമോണിയ, ഇത്തരത്തിലുള്ള ഗ്യാസസും പിന്നെ ചില ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങളും ഒക്കെ വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയിട്ട് കാണപ്പെടും. ഇനി സസ്പെൻഡഡ് ആയിട്ട് കാണപ്പെടുന്ന ഇംപ്യൂരിറ്റീസ്. സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ എന്തുവാ? നോക്കിക്കേ, സാൻഡ്, മഡ്, സ്ലിറ്റ്, ക്ലേ, മണല്, ചെളി, കളിമണ്ണ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് എന്തിൽ വരുന്നത്? സസ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് അത്രയാണ് വരുന്നത്. ഓക്കെ
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് ഉള്ളതൊന്നുമല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. നിങ്ങൾ ഇത് പഠിക്കാതെ പോവരുത്. ഒരു എക്സാമിനും പോകരുത്. PSCക്ക് ആയാലും പബ്ലിക് എക്സാമിനായാലും ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. വാട്ട് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. PSC എക്സാമിന് ഇതിൽ ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് ഒരെണ്ണം തെറ്റിച്ച് തന്നിട്ട് അതിന് എക്സെപ്ഷൻ ഏതാണ് എന്ന് അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, പഠിച്ചു വെച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, നോക്കിക്കേ ഏതൊക്കെയാടാ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ഏതാ? എമൗണ്ട് ഓഫ് ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ്. എന്താ എമൗണ്ട് ഓഫ് ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അതിനെ മലിനമാക്കുന്ന ക്ലേ വരും, മഡ് വരും, സാൻഡ് വരും, പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും എന്തിലാ വരുന്നത്? സസ്പെൻഡഡ് സോളിഡ്സിലാ വരുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ടോട്ടൽ എമൗണ്ട് ആയി എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് എമൗണ്ട് ഓഫ് ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്ന സാധനമാണ് എന്ത്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താ? BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, നമ്മൾ പഠിക്കും. BOD COD ഒക്കെ എന്താണെന്ന് പഠിക്കും. അപ്പൊ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ഏതാ? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. മൂന്നാമത്തെ എന്തുവാ? കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ്. ഏതാ? ക്ലോറൈഡ്സിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട്. അടുത്ത നാലാമത്തെ ഏതാ? കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ. നൈട്രജന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട്. അഞ്ചാമത്തെ ഏതാ? കോൺസെൻട്രേഷൻ ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ കോൺസെൻട്രേഷൻ. ലാസ്റ്റ് വൺ ആറാമത്തെ ഏതാ? ആബ്സെൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഓക്കെ, ആ വെള്ളത്തില് ഡിസോൾവ്ഡ് ഓക്സിജന്റെ കുറവ് എന്ത് മാത്രം ഉണ്ട്, അല്ലെങ്കിൽ കുറവല്ല, ആബ്സെൻസ് അതിലില്ല. ഓക്കെ, എങ്കിലും അതെന്താ? വെള്ളത്തിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ ഡിസോൾവ്ഡ് ആയിട്ട് വെള്ളത്തിൽ വേണം. എന്നിരുന്നാൽ മാത്രമേ വെള്ളത്തിലുള്ള ജീവികൾക്കും സസ്യജാലങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ വെള്ളത്തിലെ ഓക്സിജൻ ആബ്സെന്റ് ആണെങ്കിൽ എന്താ അർത്ഥം? ആ വാട്ടർ പൊല്യൂട്ട് ആയി എന്നല്ലേ അർത്ഥം. ഓക്കെ, അതാ പറയുന്നത് വാട്ടർ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ ആണ് ഇത്. ആബ്സെൻസ് ഓഫ്, അവിടെ പ്രസൻസ് എന്നല്ല, ആബ്സെൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ഓക്കെ, ഈ 6 ഇൻഡിക്കേറ്റേഴ്സും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു കോഡിൽ പഠിക്കാം. എങ്ങനെ പഠിക്കാം? നോക്കിക്കേ, അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് നോക്കിക്കേ. ABCCA. ഓക്കെ, ഫസ്റ്റ് AB, അത് കഴിഞ്ഞ് 3 C, ലാസ്റ്റ് ഒരു A. അപ്ക എന്ന് പറയുന്ന ഒരു കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താ ഏതിന്റെയൊക്കെ കോൺസെൻട്രേഷൻ, അത് ക്ലോറൈഡ്സ്, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. ഓക്കെ, നിക്ലോസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ഷോർട്ട് ഫോമിൽ പഠിക്കാം. പക്ഷേ അത് കുറച്ച് ടഫാ. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനത്തെ ഒരു ലോജിക്ക് വെച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്തായാലും ഇത് 6 പഠിച്ചിരിക്കണം. ഓക്കെ, പഠിക്കാതെ പോകരുത്. ഓക്കെ അല്ലേ? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോ നമ്മള് ഇനി പഠിക്കാൻ പോകുന്നത് വാട്ടർ റിലേറ്റഡ് ഡിസീസസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മുടെ മെയിൻ ടോപ്പിക് ആണ്. ഒരു മെയിൻ ടോപ്പിക്കാ വാട്ടർ റിലേറ്റഡ് ഡിസീസസ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാം. നിങ്ങൾ ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ പഠിച്ചതായിരിക്കും. ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കാണും. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് വാട്ടർ റിലേറ്റഡ് ഡിസീസസ്? ഏതൊക്കെയാ? 2 ടൈപ്പ് ഓഫ് വാട്ടർ റിലേറ്റഡ് ഡിസീസസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഏതൊക്കെയാ? ഒന്ന് ബയോളജിക്കൽ, രണ്ടാമത്തെ എന്തുവാ? കെമിക്കൽ. ബയോളജിക്കൽ പരമായിട്ടും കെമിക്കൽ പരമായിട്ടും ഉള്ള വാട്ടർ റിലേറ്റഡ് ഡിസീസസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ, അതില് ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വീണ്ടും എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ അക്വാറ്റിക് ഹോസ്റ്റും. ഓക്കെ, ബയോളജിക്കൽ പരമായിട്ട് വാട്ടർ റിലേറ്റഡ് ഡിസീസസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ അക്വാറ്റിക് ഹോസ്റ്റ്. ഓക്കെ ഓക്കെ, നോക്കിക്കേ, അതിൽ ഒന്നാമത്തെ നോക്കിക്കേ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഇൻഫെക്ഷ്യസ് ഏജന്റിന്റെ പ്രസൻസ് മൂലം ഉണ്ടാവുന്ന ഏതൊക്കെയാ? നോക്കിക്കേ, വൈറൽ ഡിസീസ്. വൈറൽ ഡിസീസസ് ഏതൊക്കെയാ? ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, പോളിയോമൈലൈറ്റിസ്, ഡയേറിയ. ഡയേറിയ റോട്ട വൈറസ് ഉണ്ടാക്കുന്ന ഡയേറിയ. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? വൈറൽ ഡിസീസസ്, വാട്ടർ റിലേറ്റഡ് വൈറൽ ഡിസീസസ് വരുന്നത്. ബാക്ടീരിയൽ ഡിസീസസ് ഏതൊക്കെയാ? ടൈഫോയിഡ്, ഈക്കോളൈ, കോളറ. പ്രോട്ടോസോവൽ ഏതൊക്കെയാ? അമീബിയാസിസ് ആൻഡ് ജിയാർഡിയാസിസ്. ഇത് പഠിക്കണം കേട്ടാ. പ്രോട്ടോസോവൽ ഏതൊക്കെ വാട്ടർ റിലേറ്റഡ് ഡിസീസസ് ആണുള്ളത്? അമീബിയാസിസും ജിയാർഡിയാസിസും. ഇനി ഹെൽമിന്തിക് ഡിസീസസ് ഏതൊക്കെയാ? വേംസ് ഉണ്ടാക്കുന്ന ഡിസീസ് ഹെൽമിന്തിക് ഡിസീസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ വരാം? റൗണ്ട് വേം, ത്രെഡ് വേം, ഹൈഡാറ്റഡ് ഡിസീസ് പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തെറ്റിച്ച് കൊടുത്തിട്ട് എങ്ങനെ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഹെൽമിന്തിക്കിൽ വരുന്നത് റൗണ്ട് വേം, ത്രെഡ് വേം, ഹൈഡാറ്റഡ് ഡിസീസ്. ഇനി ലാസ്റ്റ് വണ്ണ ലെപ്റ്റോസ്പൈറൽ. ലെപ്റ്റോസ്പൈറൽ എന്തുവാടാ? നമ്മുടെ എലിപ്പനി. ഓക്കെ, വീൽസ് ഡിസീസ്. ലെപ്റ്റോസ്പൈറോസിന് പറയുന്ന, അത് കടുക്കുമ്പോൾ പറയുന്ന വേറൊരു പേരാണ് വീൽസ് ഡിസീസ്, ലെപ്റ്റോസ്പൈറോസിസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റിന്റെ പ്രസൻസ് വഴി ഉണ്ടാകാൻ ചാൻസ് ഉള്ള എന്ത്? ബയോളജിക്കൽ വാട്ടർ റിലേറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒരു അക്വാട്ടിക് ഹോസ്റ്റിന്റെ പ്രസൻസ് മൂലം ഉണ്ടാകാൻ ചാൻസ് ഉള്ള വാട്ടർ റിലേറ്റഡ് ഡിസീസസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാ അക്വാട്ടിക് ഹോസ്റ്റിന്റെ പ്രസൻസ് മൂലം ഉണ്ടാകാൻ ചാൻസ് ഉള്ള വാട്ടർ റിലേറ്റഡ് ഡിസീസ്? ഒന്നാമത്തെ നോക്കിക്കേ, സ്നെയിൽ വഴി ഉണ്ടാകുന്ന ഡിസീസ് ഏതാ? ഷിസ്റ്റോസോമിയാസിസ്. എന്താ പറയുന്നത്? ഷിസ്റ്റോസോമിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് ആണ് സ്നെയിലിൻ വഴി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു വാട്ടർ റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈക്ലോപ്സ് വഴി ഉണ്ടാകുന്ന ഏതാ? ഗിനിയ വേം ഡിസീസും ഫിഷ് ടേപ്പ് വേം ഡിസീസ്. ഇത് പഠിക്കണം, മാറിപ്പോവും. ഓക്കെ, സ്നെയിൽ ഷിസ്റ്റോസോമിയാസിസ് SS വെച്ച് നമുക്ക് നോക്കാം. ഈ ഫിഷ് ടേപ്പ് വേം സൈക്ലോപ്പ് ആണ്. ഗിനിയ വേം സൈക്ലോപ്സ് ആണ്, നിങ്ങൾ പഠിച്ചു കാണും. പക്ഷേ ഈ ഫിഷ് ടേപ്പ് വേം സൈക്ലോപ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പഠിക്കാൻ നോക്കണം കേട്ടാ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ എന്ത്? ബയോളജിക്കൽ വാട്ടർ റിലേറ്റഡ്. വരുന്ന എന്തുവാ? കെമിക്കൽ. ഓക്കെ, കെമിക്കൽ പരമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള വാട്ടർ റിലേറ്റഡ് ഡിസീസസ് വരാന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തത് വാട്ടറിലുള്ള ഫ്ലൂറൈഡ് കണ്ടന്റ്. ഓക്കെ, ഫ്ലൂറിൻ നിങ്ങൾ ഇവിടെ ജസ്റ്റ് പഠിച്ചാൽ മതി. ഇതിനെ പറ്റിയിട്ടൊക്കെ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് വാട്ടർ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോ നമ്മുടെ വെള്ളത്തിലുള്ള ഫ്ലൂറൈഡിന്റെ അളവ് നമ്മുടെ എന്ത് ഹെൽത്തിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെന്റൽ ഹെൽത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്ലൂറിന്റെ അളവ് ഒരു പ്രത്യേകതയുണ്ട്. അത് കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിക്കഴിഞ്ഞാലും കുഴപ്പമാണ്. ഫ്ലൂറൈഡിന്റെ അളവ് വാട്ടറിൽ കുറഞ്ഞു പോയാൽ ഡെന്റൽ കാരീസ് ഉണ്ടാവും. കൂടിക്കഴിഞ്ഞാൽ എന്ത്? ഡെന്റൽ ആൻഡ് സ്കെലറ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇനി പഠിക്കും. ജസ്റ്റ് ഇത്ര ഓർത്തിരിക്കുക. ഇവിടെ ഫ്ലൂറിന്റെ കണ്ടന്റ് വാട്ടറിൽ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും അത് ഡെന്റൽ ഹെൽത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അടുത്തൊരു കണ്ടന്റ് ആണ് നൈട്രേറ്റ്. ഓക്കെ, വാട്ടറിലുള്ള നൈട്രേറ്റിന്റെ കണ്ടന്റ് കൂടുതലായാൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മെത്ഹീമോഗ്ലോബിനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചോദിക്കും. പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെത്ഹീമോഗ്ലോബിനീമിയ പഠിക്കണം. എങ്ങനെയാണ് മെത്ഹീമോഗ്ലോബിനീമിയ വരുന്നത്? വാട്ടറിൽ നൈട്രേറ്റ് കണ്ടന്റ് ഹൈ ആയിരിക്കുമ്പോഴത്തേക്കാണ് മെത്ഹീമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന ഒരു
കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഫാക്ടർ അവർ പറയുന്നത് വെള്ളത്തിന്റെ ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിന്റെ ആ ഒരു കട്ടി. ഓക്കെ, അതായത് ഹാർഡ് വാട്ടർ ആണെങ്കിൽ ഇപ്പൊ വെള്ളം സോഫ്റ്റ് വാട്ടറും ഉണ്ട്, ഹാർഡ് വാട്ടറും ഉണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ടുള്ളത് വെള്ളം ഹാർഡ് ആണെങ്കിൽ അത് കാർഡിയോവാസ്കുലർ ഡിസീസസിന് ബെനഫിഷ്യൽ ആണ്. ഓക്കെ, അതായത് ഹാർഡ് വാട്ടർ ആണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ വാട്ടർ റിലേറ്റഡ് ഡിസീസസ്. നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബയോളജിക്കൽ, കെമിക്കൽ. അതിൽ ബയോളജിക്കല് ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റിന്റെ പ്രസൻസ് മൂലം ഉണ്ടാവുന്നതും ഒരു അക്വാട്ടിക് ഹോസ്റ്റ് വഴി വരുന്നതുമായിട്ടുള്ള ഡിസീസസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ അമീബിയാസിസ്, ജിയാർഡിയാസിസ്, പ്രോട്ടോസോവൽ ആണെന്ന് ഓർത്തു വെക്കണം. ഹൈഡാറ്റിക് ഡിസീസ് ഹെൽമിന്തിക് ആണ്. വീൽസ് ഡിസീസ് ലെപ്റ്റോസ്പൈറൽ ആണ്. ഷിസ്റ്റോസോമിയാസിസ് സ്നെയിൽ മൂലം ഉണ്ടാകുന്നതാണ്. ഗിനിയ വേർമും ഫിഷ് ടേപ്പ് വേർമും സൈക്ലോബ് വഴി ഉണ്ടാകുന്നതാണ്. അത്രയാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ കെമിക്കലില് ഈ മെത്ത് ഹീമോഗ്ലോബിനീമിയ, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യം. ഓക്കെ, ഈ കാർഡിയോവാസ്കുലർ ഡിസീസസ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഹാർഡ് വാട്ടർ ഇസ് ബെനിഫിഷ്യൽ ടു കാർഡിയോവാസ്കുലർ ഡിസീസസ്, ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കും. അപ്പൊ എന്താ? ട്രൂ ആണ്. ഓക്കെ, ഇനി ഹാർഡ് വാട്ടർ ഈസ് ലീഡൽ ടു കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് ചോദിച്ചാൽ എന്തുവാ? അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ PSCക്കും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് തെറ്റോ ശരിയോ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് 2 ആക്ടുകളെ പറ്റിയിട്ടാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, 2 ആക്ട്. ഒന്നാമത്തെ ആക്ട് ഏതാ? വാട്ടർ ആക്ട്. വാട്ടർ ആക്ട് എന്നാ പാസ്സാക്കിയ? 1974. അടുത്ത ഒരു ആക്ട് ആണ് ഏത്? എയർ ആക്ട്. എയർ ആക്ട് എന്നാ പാസ്സാക്കിയത്? 1981. ഓക്കെ, ഇത് പഠിക്കണം, ചോദിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള 2 വർഷങ്ങളാണ് ഈ 2 ആക്ടുകളുടെ വർഷങ്ങൾ. നിങ്ങൾക്ക് ഈ എക്സാം നടക്കുമ്പോൾ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാ. അതുപോലെ തന്നെ PSCക്ക് ആയാലും വർഷങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു വാട്ടർ ആക്ടും എയർ ആക്ടും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കണം. ഓക്കെ, ഈ 2 ആക്ടുകളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 15 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിന്റെ മാത്രം ഞാൻ തരും. ഇപ്പൊ നമ്മൾ MCQs മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മെത്ത് ഹീമോഗ്ലോബിനീമിയ is a rare condition associated with increased concentration of dash in water. Okay, വെള്ളത്തില് എന്തിന്റെ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ വഴിയിട്ടാണ് മെത്ത് ഹീമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഏതാ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്സിജൻ, ഫോസ്ഫേറ്റ്, നൈട്രേറ്റ് ആൻഡ് സൾഫേറ്റ്. ഏതാ? ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, നൈട്രേറ്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷാലോ ട്യൂബ് വെൽസ് ആർ ഓൾസോ നോൺ ആസ് എന്തെന്നാ അറിയപ്പെടുന്നേ? ഓപ്ഷൻസ് നോക്കിക്കേ. ബോർവെൽസ്, ഡ്രിവൻ വെൽസ്, ഹുക്ക വെൽസ്, സാനിറ്ററി വെൽസ്. ഏതാ ആൻസർ? ഷാലോ ട്യൂബ് വെൽസിന് പറയുന്ന വേറൊരു പേരെന്തുവാ? ഡ്രിവൻ വെൽസ് എന്ന ഷാലോ ട്യൂബ് വെൽസിന് പറയുന്ന വേറൊരു പേര്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ പ്ലേസ് വിച്ച് ഡിപ്പെൻഡ്സ് കംപ്ലീറ്റ്ലി ഓൺ ട്യൂബ് വെൽസ് ഫോർ വാട്ടർ സപ്ലൈ. അതായത് വാട്ടർ സപ്ലൈക്ക് ട്യൂബ് വെൽസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ പേര്. ഓപ്ഷൻ തന്നിട്ടുള്ള ഡൽഹി, മുംബൈ, ചണ്ഡീഗഡ് ആൻഡ് കൊൽക്കത്ത. ഏതാ ആൻസർ? നമ്മൾ പഠിച്ചു, ട്യൂബ് വെൽസ് പഠിച്ചപ്പോ പഠിച്ചു. ഏതായിരിക്കും? ഓക്കെ, ചണ്ഡീഗഡ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സീ വാട്ടർ കണ്ടെയ്ൻസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് സോൾട്സ് ഇൻ സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ സലൈൻ ഇൻട്രൂഷൻ പഠിച്ച ആ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു ആ ഒരു പെർസെൻറ്റേജ് ഇമ്പോർട്ടന്റ് ആണ് നോക്കണമെന്ന്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്ഷൻസ് നോക്കിക്കേ. എ 2%, ബി 2.5%, സി 3% ആൻഡ് ഡി 3.5%. ഏതാ വരുന്നേ? ഏതാ? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? 3.5% ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിന്റെ ആൻസർ നൈട്രേറ്റ്. നെക്സ്റ്റ് ഡ്രിവൻ വെൽസ്. അതിന്റെ ആൻസർ ഏതാ? ചണ്ഡീഗഡ്. ഓക്കെ, സീ വാട്ടർ കണ്ടെയ്ൻസ് 3.5%. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ആൻസേഴ്സ് വേറൊരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ, അപ്പോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് among the following is not an indicator of water pollution? വാട്ടർ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ നോക്കിക്കേ, ആബ്സെൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഓപ്ഷൻ ബി, കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ്. ഓപ്ഷൻ സി, ആബ്സെൻസ് ഓഫ് ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ഡി, കോൺസെൻട്രേഷൻ ഓഫ് ഫോസ്ഫറസ്. ഏതാ ആൻസർ വരുന്നേ? ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ഓക്കെ, ഓപ്ഷൻ എ, ആബ്സെൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻഡിക്കേറ്റർ ആണോ? അതൊരു ഇൻഡിക്കേറ്ററാ. ബി എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ് ഇൻഡിക്കേറ്റർ അല്ലേ? സി, ആബ്സെൻസ് ഓഫ് ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഇൻഡിക്കേറ്റർ ആണോ? അല്ല. അപ്പോ ഇതിന്റെ ആൻസർ ഏതാ വരുന്നേ? ഓപ്ഷൻ സി. സി ആണ് ഇതിന്റെ ആൻസർ. അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജിയാർഡിയാസിസ് ഈസ് എ ഡാഷ് വാട്ടർ ബോൺ ഡിസീസ്. ജിയാർഡിയാസിസ് ഈസ് എ ഡാഷ് വാട്ടർ ബോൺ ഡിസീസ്. ഏതാ? ഓപ്ഷൻ എ ബാക്ടീരിയൽ, ബി പ്രോട്ടോസോവൽ, സി ഹെൽമിന്തിക് ആൻഡ് ഡി ലെപ്റ്റോസ്പൈറൽ. ഏതാ ആൻസർ വരുന്നേ? ജിയാർഡിയാസിസ് പ്രോട്ടോസോവൽ ഡിസീസ് ആണ് ഇത് ജിയാർഡിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ ആക്ട് പാസ്ഡ് ബൈ ഇന്ത്യൻ പാർലമെന്റ് ഇൻ 1970, 1974, 1981, 1989. ഏതാ ആൻസർ വരുന്നേ? വാട്ടർ ആക്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? ഏതാ ആൻസർ? 1974 പാസ്സാക്കിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗിനിയ വേം ഡിസീസ് is associated with dash well. ഏത് ടൈപ്പ് വെല്ലുമായിട്ടാ ഗിനിയ വേം ഡിസീസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ സ്റ്റെപ്പ് വെൽസ്, ബി ഡക്ക് വെൽസ്, സി സാനിറ്ററി വെൽസ് ആൻഡ് ഡി ആർട്ടീസിയൻ വെൽസ്. ഏത് വെൽസാ? ഓക്കെ, ഇത് പഠിക്കാതെ പോവരുത് എക്സാമിന്. ഏതാ? ഓക്കെ, ഓപ്ഷൻ എ സ്റ്റെപ്പ് വെൽസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രൗണ്ട് വാട്ടർ finds its way to the surface because of certain topographical characteristics of land are called. എന്തെന്നാ ഇതിനെ പറയുന്നേ? ഓക്കെ, ഒരു ഡെഫിനിഷനാ തന്നിട്ടുള്ള. എന്റെ പേരെന്തുവാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെൽസ്, ബി പോൺസ്, സി റിവേഴ്സ് ആൻഡ് ഡി സ്പ്രിങ്സ്. ഏത് ആൻസർ വരുന്നേ? സ്പ്രിങ്സ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഇങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് എക്സാമിന്. ഓക്കെ, ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ലൊക്കേഷൻ ഓഫ് എ സാനിറ്ററി വെൽ should not less than dash meter from any source of contamination. എന്താ പറയുന്നേ?
ഒരു സാനിറ്ററി വെല്ലിന്റെ ലൊക്കേഷൻ ഒരു സോഴ്സ് ഓഫ് കണ്ടാമിനേഷനിൽ നിന്ന് എത്ര അകലെ ആയിരിക്കണം? ഓപ്ഷൻസ് നോക്കിക്കേ. എ 10 മീറ്റർ, ബി 15 മീറ്റർ, സി 50 മീറ്റർ, ഡി 5 മീറ്റർ. ഏതാ ആൻസർ? ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാ? 15 മീറ്റർ ആണ് ആൻസർ വരുന്നത്. ഇനി ഓപ്ഷനിൽ 50 ഫീറ്റ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതും ആൻസർ ആയേനെ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ഇത്ര കാര്യങ്ങളെ പഠിച്ചുള്ളൂ. എല്ലാരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, 2 മാർക്ക് 5 മാർക്ക് 15 മാർക്ക് ഞാൻ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഒരുമിച്ച് തരും. ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് പഠിപ്പിച്ചേക്ക് പഠിക്കുക. ഓക്കെ, താങ്ക് യു.